മയൂരധ്വജ രാജാവ് വലിയ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. പണ്ഡിതനും ജ്ഞാനിയും പ്രജാതത്പരനുമായിരുന്നു അദ്ദേഹം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജാവായി. അതിനുശേഷം അശ്വമേധം നടത്തുവാൻ തീരുമാനിച്ച് കുതിരയെ അഴിച്ചുവിട്ടു. പാണ്ഡവന്മാരുടെ ബലം അറിയാമായിരുന്ന മറ്റു രാജാക്കന്മാരാരും കുതിരയെ പിടിച്ചുകെട്ടിയില്ല. എന്നാൽ വേദപണ്ഡിതനായിരുന്ന മയൂരധ്വജ രാജാവിന്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആ അശ്വത്തെ പിടിച്ചുകെട്ടി. യുദ്ധം ചെയ്ത് മയൂരധ്വജ രാജാവിനെ പരാജയപ്പെടുത്താൻ അർജുനൻ തീരുമാനിച്ചു. എന്നാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ നിർദ്ദേശപ്രകാരം അർജുനനും ശ്രീകൃഷ്ണനും വേഷം മാറി മയൂരധ്വജ രാജാവിന്റെ രാജധാനിയിലെത്തി. ബ്രാഹ്മണരുടെ വേഷം ധരിച്ചെത്തിയ അവരെ രാജാവ് സ്വീകരിച്ചിരുത്തി. ശ്രീകൃഷ്ണ ഭഗവാൻ രാജാവിനോടായി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സങ്കടം ബോധിപ്പിക്കുവാനുണ്ട്. അങ്ങയുടെ രാജ്യത്തിന്റെ അതിർത്തിയിലെ കൊടുങ്കാട്ടിൽ ഞങ്ങൾ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരന്റെ പുത്രനെ ഒരു കടുവ കടിച്ചു കൊണ്ടോടി. പിന്നാലെ ചെന്നപ്പോൾ കുട്ടിയുടെ പകുതി ശരീരം കടുവയുടെ ഉള്ളിലായിരുന്നു. കുട്ടിയെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ കഥ മുഴുമിപ്പിച്ചില്ല. എന്തായാലും ബാക്കി പറയൂ, സങ്കട നിവൃത്തി ഞാൻ വരുത്തും, രാജാവ് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ തുടർന്നു, തൻ്റെ വായിലുള്ള കുട്ടിയുടെ പകുതി കൂടി ഞാൻ തിരിച്ചു തരാം. പക്ഷേ ജീവനോടെ കുട്ടിയെ തരണമെന്നുണ്ടെങ്കിൽ മയൂരധ്വജ രാജാവിൻ്റെ പകുതി ശരീരം എനിക്ക് ലഭിക്കണം എന്നാണ് ആ കടുവ പറഞ്ഞത്. ഉടനെ തന്നെ രാജാവ് ഒരു മടിയും കൂടാതെ തൻ്റെ ശരീരത്തിൻ്റെ പകുതി മുറിച്ച് കടുവയ്ക്കു നൽകാൻ ആജ്ഞാപിച്ചു. വലിയ വാൾ കൊണ്ടുവന്ന് രാജാവിനെ രണ്ടായി മുറിക്കുവാൻ തുടങ്ങുമ്പോൾ രാജാവിൻ്റെ ഇടത്തെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞു. ഇതു കണ്ട ഭഗവാൻ രാജാവിനോട് പറഞ്ഞു, വേണ്ട, വേദനയോടും വിഷമത്തോടും കൂടി രാജാവ് പകുതി ശരീരം ദാനം ചെയ്യരുത്. ഉടനെ രാജാവിൻ്റെ മറുപടി വന്നു, ഇടത്തെ കണ്ണിൽ നിന്നും കണ്ണീർ വന്നത് വേദന കൊണ്ടല്ല, ഉത്തമമായ ഒരു കാരണത്തിനാണ് എൻ്റെ വലതുഭാഗം ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കുട്ടിയുടെ ജീവൻ എനിക്ക് രക്ഷിക്കുവാൻ കഴിയുന്നു. പക്ഷേ ഇടത്തെ ഭാഗം കൊണ്ട് ഒരു സൽകൃത്യവും നടത്താൻ കഴിയുന്നില്ലല്ലോ എന്നോർത്താണ് ഇടതു പകുതി വിഷമിച്ചത്. രാജാവിൻ്റെ ഈ വാക്കുകൾ അർജുനന്റെ കണ്ണു തുറപ്പിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ബ്രാഹ്മണ വേഷം വെടിഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ചു. അർജുനന്റെ യുദ്ധസാമർഥ്യത്തെക്കാൾ ഭഗവാന് സന്തോഷം നൽകിയത് സ്വയം സമർപ്പിക്കുവാനുള്ള രാജാവിൻ്റെ ആത്മാർത്ഥതയാണ്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത്. പരമാത്മാവിനെ അറിയുന്നവരിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ സ്നേഹവും കരുണയും ക്ഷമയും ദയയുമാണ്. വിശ്വാസം എന്നത് ദേവീദേവന്മാരിൽ മാത്രമുള്ള വിശ്വാസമല്ല, മറിച്ച് ഉള്ളിലെ ഉന്നതങ്ങളായ മൂല്യങ്ങൾക്കു വേണ്ടി സ്വയം ബലി കൊടുക്കുവാൻ കൂടി തയ്യാറാകുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. സ്നേഹം, കരുണ, ദയ, ക്ഷമ എന്നിവയാണ് ആ മൂല്യങ്ങൾ. ഇതിന് ഉത്തമ ഉദാഹരണമാണ് മയൂരധ്വജ രാജാവിൻ്റെ കഥ.